ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അധിക സിംറ്റംസുള്ള 42 വയസ്സുള്ള ഒരു പുരുഷൻ എന്നെ ഡോഫോഡി വഴി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 2 വർഷം മുമ്പേ കോവിഡിൻ്റെ സമയത്ത് വൈറ്റമിൻ ഡിൻ്റെ അളവും കുറവായിരുന്നു. ഇദ്ദേഹത്തിന് അറിയേണ്ടത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാൻ പറ്റുമോ, നോർമലാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വൈറ്റമിൻ ഡിയും ടെസ്റ്റോസ്റ്ററോണും തമ്മിൽ നല്ലൊരു സ്ട്രോങ് റിലേഷൻ ഉണ്ടെന്നുള്ളത് പലതവണ ഞാൻ ഈ ചാനലിൽ തന്നെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റിലേഷൻ സ്ട്രോങ് ആണോ അല്ലേ, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഡോഫോഡിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് പകരം നേരിട്ട് ഡോക്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ്. അത് നിങ്ങൾക്ക് ഓൺലൈനായി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഡോഫോഡിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. ഡോഫോഡിൻ്റെ ലിങ്കും ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി ഈ വീഡിയോയിൽ ഞാൻ പല പ്രാവശ്യം വൈറ്റമിൻ ഡി എന്നും ടെസ്റ്റോസ്റ്ററോൺ എന്നും പറയും. അപ്പോൾ ആദ്യം വൈറ്റമിൻ ഡി എന്താണെന്നും ടെസ്റ്റോസ്റ്ററോൺ എന്താണെന്നുള്ളതും ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. വൈറ്റമിൻ ഡിനെ കുറിച്ചും ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ചും ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരു വിറ്റാമിനാണ്. നമ്മളുടെ ശരീരത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. ഭക്ഷണത്തിലൂടെയല്ല മെയിൻലി നമുക്ക് കിട്ടുന്നത്. സൺലൈറ്റ് സ്കിന്നിൽ തട്ടുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ തന്നെ നിർമ്മിക്കുന്ന ഫാറ്റ് സോല്യുബിൾ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി കൃത്യമായിട്ടും പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ബോഡിയിൽ നിർമ്മിക്കണം. ഈ വൈറ്റമിൻ ഡി ശരീരത്തിൻ്റെ പല ഭാഗത്തും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യണം. ഇങ്ങനെ വൈറ്റമിൻ ഡി ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് പുരുഷന്മാരുടെ ടെസ്റ്റിസിൽ ലീഡിക് സെൽസിനകത്തുമുണ്ട്. ഇവിടെയാണ് ടെസ്റ്റോസ്റ്ററോൺ നിർമ്മിക്കുന്നത്. ഇനി ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോണാണ്. പുരുഷന്മാരുടെ ഹെയർ ഗ്രോത്ത്, ബോഡി ഷേപ്പ്, മസിൽ ഡെവലപ്മെൻറ്റ്, അവരുടെ സൗണ്ട്, ലൈംഗിക ശേഷി, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവാണ്. ലേഡിക് സെൽസിലുള്ള ചില ജീൻസിന് വൈറ്റമിൻ ഡീനെ ഉൽപ്പാദിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയും ടെസ്റ്റോസ്റ്ററോണും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം. ലേഡിക് സെൽസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡീൻ്റെ അളവും കുറയും, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും കുറയും. നേരെ മറിച്ച് വൈറ്റമിൻ ഡീൻ്റെ ലെവൽ നോർമലായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ടെസ്റ്റോസ്റ്ററോണും നോർമലായിട്ട് നിൽക്കാറുണ്ട്. വൈറ്റമിൻ ഡീൻ്റെ അളവ് നോർമലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കാൻ വൈറ്റമിൻ ഡീൻ്റെ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ലാബിനനുസരിച്ചിട്ടും നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വൈറ്റമിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ടും വൈറ്റമിൻ ഡീൻ്റെ നോർമൽ റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാല്യൂ ആ നോർമൽ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണോ നിൽക്കുന്നത് മാത്രമാണ്. സാധാരണ രീതിയിൽ 20ൻ്റെ താഴേക്ക് നിൽക്കുകയാണെങ്കിൽ ഇൻസഫിഷ്യൻസി എന്നാണ് പറയാറ്. 12ൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയും. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവുക. ബോൺസിനെ ബാധിക്കും, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ഇമ്മ്യൂണിറ്റീനെ ബാധിക്കും, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാം, കാൽഷ്യം മെറ്റബോളിസത്തിനെ എഫക്റ്റ് ചെയ്യും. അധികം ആൾക്കാർക്കും വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറവായിരിക്കും, കാരണം പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ് എക്സ്പോഷർ അവർക്ക് കിട്ടുന്നില്ല. വൈറ്റമിൻ ഡിയും ടെസ്റ്റോസ്റ്ററോണും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. 2020 നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിലൊരു ഗ്രൂപ്പിലുള്ളവർക്ക് വൈറ്റമിൻ ഡീൻ്റെ അളവ് 20ൻ്റെ താഴേക്കായിരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് 20ൻ്റെ മുകളിലേക്ക് ഉണ്ടായിരുന്നു. ഈ സ്റ്റഡിയിൽ ഏകദേശം 10,000-ഓളം പേര് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്റ്റഡിയല്ല, പല സ്റ്റഡീസിൻ്റെ സമ്മറി പോലെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഈ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറവുള്ളവർക്ക്, 20ൻ്റെ താഴേക്ക് കുറവുള്ളവർക്കൊക്കെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും കുറയുന്നതായിട്ടായിരുന്നു. പക്ഷേ ഈ ബന്ധം ഏറ്റവും കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ഓൾറെഡി മറ്റു തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കും, ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവർക്കും, ഓൾറെഡി ഹൈപ്പോഗൊണാഡിസം, അതായത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയുള്ളവർക്കൊക്കെ വൈറ്റമിൻ ഡിയും ടെസ്റ്റോസ്റ്ററോണും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു കണ്ടെത്തിയത്. ഈ ഒരു സ്റ്റഡിയിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിൽ എന്ത് മാറ്റം വരുന്നു എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വൈറ്റമിൻ ഡിൻ്റെ അളവും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും തമ്മിലുള്ള ബന്ധം അത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ഈ സ്റ്റഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക്, അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനനുസരിച്ച് അത് പലതരത്തിലുള്ള ഡോസിലാവാം. എല്ലാ ദിവസവും 1000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആവാം, ഡെയിലി 4000 ആവാം, ഇല്ലെങ്കിൽ വീക്ക്ലി 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വെച്ച് കഴിക്കുന്നതാവാം. ഇങ്ങനെ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൽ വർധനവ് ഉണ്ടാവുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള പല സ്റ്റഡീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിലൊക്കെ ജനറൽ പോപ്പുലേഷന് പകരം പല കാറ്റഗറീസിലുള്ള ആൾക്കാരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചത്. ഉദാഹരണത്തിന് ഫുട്ബോൾ പ്ലെയേഴ്സ്, സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള, പാരലൈസ്ഡ് ആയിട്ടുള്ള, കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക്, വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന പ്രമേഹമുള്ള ആൾക്കാർ. ഈ പറഞ്ഞ എല്ലാ സ്റ്റഡീസിലും കണ്ടെത്തിയത്
വൈറ്റമിൻ ഡിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, നോർമലൈസ് ആവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇനി സ്റ്റഡീസിൻ്റെ എല്ലാം കൺക്ലൂഷനായിട്ട് ഒരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യണം, അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കുക തന്നെ വേണം. അത് ഏകദേശം ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി കുറവുള്ള സമയത്ത്, അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് സൺ എക്സ്പോഷർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നോർമൽ ലെവലിലേക്കൊന്നും വൈറ്റമിൻ ഡി എത്തില്ല. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് തന്നെ എടുക്കണം. പക്ഷേ വൈറ്റമിൻ ഡി കുറവാണോ അല്ലേ എന്ന് അറിയാതെ, അതായത് വൈറ്റമിൻ ഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് അത് നോർമലിലേക്ക് വരാം. പക്ഷേ വൈറ്റമിൻ ഡി ഓൾറെഡി നോർമൽ ലെവലുള്ളവർക്കോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഓൾറെഡി കൂടുതലുള്ളവർക്കോ അത് ഓവർ ഡോസ് ആവാം. വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ ബോഡിയിൽ എല്ലാത്തിൻ്റെയും ബാലൻസ് ആണ് ആവശ്യമുള്ളത്. ഒന്നും കൂടാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാലും പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം, എറിത്മിയാസ് വരാം, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ലോങ് ടേം കഴിക്കുന്നതിൻ്റെ മുമ്പേ, അത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതാണെങ്കിലും ഡെയിലി കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വൈറ്റമിൻ ഡി കുറഞ്ഞു പോയത് മാത്രമായിരിക്കില്ല, അതിനും മറ്റ് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോകുന്നത് പ്രൈമറി ഹൈപ്പോഗോണഡിസം ആവാം, സെക്കൻഡറി ആവാം. പ്രമേഹം കാരണം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാം. നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, നിങ്ങൾ അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാം. പിറ്റ്യൂട്ടറി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിനെ ബാധിക്കാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവാണെന്നുണ്ടെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ കുറവായിരിക്കും. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവെന്ന് കണ്ടതിന് ശേഷം അത് വൈറ്റമിൻ ഡി കാരണമാണോ കുറഞ്ഞതെന്ന് അറിയാൻ വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റും കൂടിയാണ് ചെയ്ത് നോക്കേണ്ടത്. നിങ്ങൾ വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റും ചെയ്തു, അത് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും നോർമൽ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയും മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞത് വൈറ്റമിൻ ഡി കുറഞ്ഞത് കാരണം മാത്രമല്ലെങ്കിൽ അതിന് മറ്റു കാരണങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അതിനും പലതരത്തിലുള്ള ടെസ്റ്റുകൾ വേണം. ഡോക്ടർമാർ നിങ്ങളെ എക്സാമിൻ ചെയ്യുന്നതും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടാതെ മറ്റു തരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്താൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഈ വീഡിയോന് വേണ്ടി റെഫർ ചെയ്തിട്ടുള്ള എല്ലാ സയൻറ്റിഫിക് സ്റ്റഡീസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് വൈറ്റമിൻ ഡിനെ കുറിച്ചോ ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ചോ ഇനി കൂടുതൽ എന്തൊക്കെയാണ് സംശയങ്ങളുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന നാച്ചുറൽ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.